This is it, and see you in July. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ തന്റെ ചുവടുകളാൽ നൃത്തം ചെയ്യിച്ച ഒരു വിസ്മയം. സംഗീത ലോകത്തെ അനിഷേധ്യനായ രാജാവ് മൈക്കൽ ജോസഫ് ജാക്സൺ, MJ. അദ്ദേഹം വെറുമൊരു ഗായകനായിരുന്നില്ല, അദ്ദേഹം ഒരു വികാരമായിരുന്നു. ഉയർച്ചകളും താഴ്ചകളും വിവാദങ്ങളും നിറഞ്ഞ ഒരു ഇതിഹാസ ജീവിതത്തിലൂടെ ഇന്ന് നമ്മളൊരു യാത്ര പോകുകയാണ്. 1958 ഓഗസ്റ്റ് 29 അമേരിക്കയിലെ ഇൻഡ്യാനയിലെ ഗാരി എന്ന ചെറിയ പട്ടണത്തിൽ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിലാണ് മൈക്കൽ ജനിച്ചത്. ജോസഫ് ജാക്സന്റെയും കാതറിൻ ജാക്സന്റെയും 10 മക്കളിൽ 8ാമൻ. സംഗീതം നിറഞ്ഞൊരു വീട്. പക്ഷേ അവന്റെ ബാല്യം അത്ര സുഖകരമായിരുന്നില്ല. കർക്കശനായ അച്ഛന്റെ ശിക്ഷണത്തിലായിരുന്നു മൈക്കലിന്റെ വളർച്ച. കളിക്കേണ്ട പ്രായത്തിൽ സ്റ്റേജും സ്റ്റുഡിയോയുമായിരുന്നു അവന്റെ ലോകം. മണിക്കൂറുകൾ നീണ്ട പരിശീലനം. ബാല്യത്തിന്റെ സ്വാതന്ത്ര്യമൊന്നുമില്ലാതെ വളർന്ന ഒരു കുഞ്ഞു പ്രതിഭ. 5ാം വയസ്സിൽ തന്നെ സഹോദരന്മാരോടൊപ്പം ജാക്സൺ 5 എന്ന ബാൻഡിലൂടെ മൈക്കൽ സംഗീത ലോകത്തെ ഞെട്ടിച്ചു. കുട്ടിയായിരുന്ന മൈക്കലിന്റെ ശബ്ദവും ചടുലമായ ചുവടുകളും ലോകത്തിന്റെ ശ്രദ്ധ അന്നേ പിടിച്ചുപറ്റി. അവിടെ നിന്നാണ് ഒരു ഇതിഹാസത്തിന്റെ ഉദയം ആരംഭിച്ചത്. എന്നാൽ അത് വിവേചനത്തിന്റെ കാലവുമായിരുന്നു. തൊലിയുടെ നിറത്തിന്റെ പേരിൽ അവന് കിട്ടേണ്ടിയിരുന്ന പല അവസരങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. കറുത്ത വർഗക്കാരനായ ഒരു കുട്ടിയായി മൈക്കൽ അപമാനങ്ങളും വിവേചനവും അനുഭവിച്ചു. അവയെല്ലാം തന്നെ അവന്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കി. 1970കളുടെ അവസാനം മൈക്കൽ തന്റെ സോളോ യാത്ര തുടങ്ങി. ഓഫ് ദ വോൾ വൻ വിജയമായി. പക്ഷേ 1982 പുറത്തിറങ്ങിയ ത്രില്ലർ സംഗീത ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബമായി അത് മാറി. അതോടെ മൈക്കൽ ഒരു ഗായകനല്ല, ഒരു ആഗോള പ്രതിഭാസമായി മാറി. 1983 ബിലി ജീൻ അവതരിപ്പിക്കുമ്പോൾ മൈക്കൽ ചെയ്ത മൂൺവാക്ക് നൃത്തം ലോകത്തെ ഒന്നാകെ സ്തംഭിപ്പിച്ചു. പിന്നോട്ട് നടക്കുന്നത് പോലെ തോന്നിച്ച ആ മാന്ത്രിക ചുവട് ചരിത്രമായി. പിന്നീട് വന്ന ബാഡ്, ഡേഞ്ചറസ്, ബ്ലാക്ക് ഓർ വൈറ്റ് തുടങ്ങിയ ഓരോ ആൽബവും അദ്ദേഹത്തെ പോപ്പ് ലോകത്തിന്റെ സിംഹാസനത്തിൽ ഉറപ്പിച്ചു നിർത്തി. പക്ഷെ വിജയത്തോടൊപ്പം വിവാദങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ പിറപ്പായിരുന്നു. തൊലിയുടെ നിറത്തിലുണ്ടായ മാറ്റം, പ്ലാസ്റ്റിക് സർജറികൾ, വിചിത്രമായ ജീവിത രീതികൾ എല്ലാം വാർത്തകളായി. സത്യത്തിൽ മൈക്കൽ ജാക്സൺ വിറ്റിലിഗോ എന്ന ത്വക്ക് രോഗത്തോടാണ് പോരാടിക്കൊണ്ടിരുന്നത്. എന്നാൽ ലോകം അതിനെ പലവിധത്തിൽ വ്യാഖ്യാനിച്ചു. അതിലും ഗുരുതരമായിരുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അദ്ദേഹം കുറ്റവിമുക്തനായി. എങ്കിലും ആ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു. കലാകാരനായി മാത്രമല്ല, ബുദ്ധിമാനായ ബിസിനസ്സുകാരനുമായിരുന്നു അദ്ദേഹം. ബീറ്റിൽസിന്റെ പകർപ്പവകാശങ്ങൾ സ്വന്തമാക്കിയത് സംഗീത വ്യവസായത്തിലെ ഏറ്റവും വലിയ നീക്കങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ കടബാധ്യതകളും ആരോഗ്യപ്രശ്നങ്ങളും പതുക്കെ അദ്ദേഹത്തെ തളർത്തി. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വാക്കോ ജാക്കോ എന്ന് പരിഹസിച്ചു. ഒരു കാലത്തു എല്ലാവരാലും ആരാധിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ അതേ ആളുകളാൽ തന്നെ പിന്നീട് വിചാരണ നേരിടുകയും ചെയ്തു. 2009 ജൂൺ 25 തന്റെ 50ാം വയസ്സിൽ മൈക്കൽ ജാക്സൺ ലോകത്തോട് വിട പറഞ്ഞു. അമിതമായ മരുന്നുപയോഗമാണ് മരണത്തിന് കാരണമായതെന്ന റിപ്പോർട്ടുകൾ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കി. എന്നാൽ മരണശേഷവും മൈക്കൽ ജാക്സൺ ജീവിക്കുന്നു. പുതിയ തലമുറയിലെ അനവധി കലാകാരന്മാർക്ക് അദ്ദേഹം ഇന്നും പ്രചോദനമാണ്. ലോകമൊരിക്കൽ അദ്ദേഹത്തെ ആരാധിച്ചു. പിന്നെ അതേ ലോകം തന്നെ വേട്ടയാടി. എങ്കിലും എല്ലാ വിവാദങ്ങൾക്കുമപ്പുറം തന്റെ വേദനകളെ സംഗീതമാക്കി മാറ്റിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ ചുവടുകൾ അവസാനിച്ചിട്ടില്ല. ആ ശബ്ദം ഇന്നും നിലച്ചിട്ടില്ല. ഓരോ മൂൺ വോക്കിലും, ഓരോ താളത്തിലും MJ ജീവിക്കുന്നു. ഇതിഹാസങ്ങൾ ഒരിക്കലും മരിക്കില്ല. അവർ നക്ഷത്രങ്ങളായി നമ്മെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും.
വിവാദങ്ങൾക്കപ്പുറം ചിന്തിക്കുമ്പോൾ MJ ലോകത്തിന് നൽകിയ സന്ദേശത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ.